RS പുരത്തുള്ള RS പുരം കോയമ്പത്തൂർ ഹോൾസെയിൽ പൂക്കളൊക്കെ കൊടുക്കുന്ന ഒരു ഏരിയയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഫുള്ള് പൂക്കളുകളാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു മാർക്കറ്റാണ്. ഞാൻ ഇപ്പൊ രാവിലെ ഒരു 8:30 മണിയാണ് ഇപ്പോൾ ഉള്ള സമയം. ഇതിന്റെ കാഴ്ചകൾ, ഇതിന്റെ സമയം എങ്ങനെയാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം വലിയൊരു പൂ മാർക്കറ്റ് തന്നെ കേട്ടോ, ചെറുതൊന്നല്ല. പല ടൈപ്പ് പൂക്കള്, അതുപോലെ മാലകള്. ഇത് 24 hours ആണ് കേട്ടോ. ഇത് ഈ പൂക്കട 24 മണിക്കൂറാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ള മാർക്കറ്റ് രാവിലെ 5 മണി മുതൽ രാത്രി 9 മണി വരെയാണ് കേട്ടോ ഉള്ളിലൊക്കെ ഉള്ളത്. അപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ട് മാർക്കറ്റ്, എങ്ങനെയുണ്ട് സാധനങ്ങളൊക്കെ. അപ്പൊ അങ്ങോട്ട് പോയല്ലേ. ട്രാവൽ ചാനൽ 360യുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് RS പുരാണ്, കോയമ്പത്തൂരിലുള്ള. അത്യാവശ്യം നല്ല റഷുള്ള മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ നിൽക്കുന്നത് പന്നീർശെൽവം പൂക്കടന്റെ ആ സൈഡിലാണ്. പൂക്കടല്ല, പൂ മാർക്കറ്റ്. അപ്പം ഈ കാണുന്ന, ഈ ലൈനായിട്ട് കാണുന്നൊക്കെ 24 മണിക്കൂറാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഹായ് സാർ, നമസ്കാരം. ഉന്റെ പേര്? രാജേന്ദ്രൻ. இந்த கடை எந்த காலம் இருக்கு? குறை கால இல்ல, இந்த மார்க்கெட் 1970 ஸ்டார்ட் ஆயிருக்கு. இந்த உள்ளில பெரிய மார்க்கெட்டா இருக்கு? எல்லாம் பூக்கள், எல்லாம் பூக்களா? எல்லா டைப் பூக்களும் இருக்கு. இந்த எல்லாம் இப்ப കേരളയിൽ മാർക്കറ്റിലൊക്കെ കൊടുക്കാൻ പറ്റോ? ഇവിടെ നിന്നാ കൊടുക്കുന്നത്. ഓക്കെ. മാലകൾ, പൂകൾ, ഉതിരിപ്പൂകൾ എല്ലാം അങ്ങേടാ. അതെ. അപ്പൊ ഞാൻ ഒന്ന് കണ്ടുവിട്ട് പോരാ. ഓക്കെ, താങ്ക് യു. അപ്പം ഇതാണ്, ഇത് 24 മണിക്കൂറാണ് ഈ ലൈനിൽ കാണുന്നത്. ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട്. അത് ഞാൻ ഇതൊന്ന് കണ്ടിട്ട് ഒന്ന് പോവാം നമുക്ക്. എന്താ പേര്? പാണ്ഡ്യൻ. ഓക്കെ ഓക്കെ. അമ്മ വെള്ളം ഒഴിച്ചെടുക്കണേ. ഹായ്. നല്ല മണം കേട്ടോ, പൂക്കളുടെ മണം. യൂട്യൂബ് ചാനൽ എല്ലാരും ചോദിക്കുന്നുണ്ട് യൂട്യൂബ് ചാനലാണോ എന്നൊക്കെ. അപ്പം ഇത് കണ്ടില്ല, എന്ത് ഭംഗിയുണ്ട് പൂക്കളൊക്കെ കാണാന്. അപ്പം നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് കേറി നോക്കാം. പൂക്കളൊക്കെ കൊണ്ടുപോവാണ്. ഇത് മാർക്കറ്റ് 24 hours இல்ல, நைட்டு 24 hours மொத்தமா? 9 മണി വരെ, 12 മണി വരെയാണ്. അപ്പൊ 12 മണി വരെ ഉണ്ടെന്നാ പറയുന്നത്. ഇതൊക്കെ രാത്രി. அவர் எடுத்துட்டாங்க. உங்க பேரு துரை. இங்க மார்க்கெட் எத்தனை இயருக்கு இந்த பழக்கம் இருக்கு? 80 வருஷமா இருக்கு. 80 வருஷமா? 80 years. ஓ, ஓகே, தேங்க் யூ. പല ടൈപ്പുകളായിട്ടുള്ള ഇവിടെ. നമ്മുടെ കേരള മാർക്കറ്റിലൊന്നും ഇങ്ങനത്തെ ഒന്നും അധികം ഉണ്ടാവില്ല കേട്ടോ. കുറെ എണ്ണം ഉണ്ട്, കുറെ ഇല്ലാത്തുണ്ട്.
அதுக்கு அது கட் பண்ணிக்கலாம். ஆனா செஞ்சு கொடுங்க. ഈ മഞ്ഞ കുറേ ഉണ്ട് കേട്ടോ പൂക്കള്. മണമില്ല. കാലയില് എത്ര സ്റ്റാർട്ടിങ് ടൈം? കാലയില് ടൈം സ്റ്റാർട്ടിങ് 4 മണിക്ക് ഓപ്പണാ, നൈറ്റ് വരെ 10 മണി. ഇവിടെ ഓരോ ആൾക്കാർ ഓരോ സമയം കേട്ടോ. ചില ആൾക്കാർ 12 മണി വരെ ഉണ്ടാവും, ചില ആൾക്കാർ 10 മണി വരെ, ചില ആൾക്കാർ 9 മണി വരെ. പുറത്തൊക്കെ മാത്രം 24 മണിക്കൂറുണ്ട്, പുറത്തുള്ള മാലകളും കാര്യങ്ങളൊക്കെ. ജമന്തി പൂവുകളാണ് കൂടുതലുള്ളത്. ജമന്തിയാണ് ഏറ്റവും കൂടുതലുള്ളത്. മൊത്തം നമ്മളെ കോഴിക്കോട് പാളയം മാർക്കറ്റിന്റെ വലിപ്പം ഏകദേശം ആ ഒരു വലിപ്പം ഉണ്ട് കേട്ടോ. പൂക്കളുടെ മാർക്കറ്റ്, ഇവിടെയൊക്കെ പൂക്കൾ എന്ന് പറഞ്ഞൊരു ഭയങ്കര കാര്യമാണല്ലോ. അപ്പൊ ഈ ജമന്തിയാണ് ഏറ്റവും കൂടുതൽ എന്ന് കണ്ടപ്പോ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ബാക്കിയുള്ളതൊക്കെ ഓരോ മണിക്കൂറിൽ ഇടപെട്ടിട്ട് ഓരോ പൂക്കൾ വരാണല്ലോ. ഇനി അപ്പൊ മാർക്കറ്റിൽ 24 hours മാർക്കറ്റിൽ നിൽക്കുമ്പോ പല ടൈപ്പ് പൂക്കളും വരും. അളിയനാ? ആ വേലാണ്. ഓക്കെ ആ ഓക്കെ ഓക്കെ. விஜி சொன்னா അത്യാവശ്യം വലിയ മാർക്കറ്റ് ഉണ്ടോ സാധനം.